ഗുഡ് മോർണിംഗ്. ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് നമുക്ക് ക്ലെയിം കിട്ടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ക്ലെയിമിനെ കുറിച്ച് നമ്മൾ എല്ലാം അവെയർ ആയിരിക്കണം. ക്ലെയിം രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്യാഷ്ലെസ് ക്ലെയിം, ഒന്ന് റീഇംബേഴ്സ് ക്ലെയിം. ക്യാഷ്ലെസ് ക്ലെയിം നമ്മൾ ഹോസ്പിറ്റലിലെ ഈ ഇൻഷുറൻസ് ഡെസ്ക് തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അവർ ചോദിക്കുന്ന കാര്യങ്ങൾ, അതായത് ഇൻഷുറൻസ് കമ്പനി ചോദിക്കുന്ന കാര്യങ്ങൾ ഇൻഷുറൻസ് ഡെസ്ക്, ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്ക് നമ്മളോട് പറയും. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അപ്ലോഡ് ചെയ്യും. ക്യാഷ്ലെസ് കിട്ടും. ഇനി ക്യാഷ്ലെസ് റിജക്റ്റ് ആയി എന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞ ഇതുണ്ട്. റീഇംബേഴ്സ്മെന്റ് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റീഇംബേഴ്സ്മെന്റിൽ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലൈസ് ആയി കഴിഞ്ഞാൽ, പ്ലാൻഡ് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ 48 മണിക്കൂറിനകവും 24 മണിക്കൂർ എമർജൻസി ആണെങ്കിൽ 24 മണിക്കൂറിനകവും ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. പിന്നെ നമ്മളാണ് ഇതിൽ പേ ചെയ്യേണ്ടി വരിക ബില്ലൊക്കെ. അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് സമ്മറി, നമ്മുടെ റിപ്പോർട്ട്സ്, ടെസ്റ്റ് സമ്മറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ക്ലെയിം ഫോം രണ്ട് ടൈപ്പ് ഉണ്ട്. ക്ലെയിം ഫോം എ ആൻഡ് ക്ലെയിം ഫോം ബി. ക്ലെയിം ഫോം എ നമ്മൾ ഫില്ല് ചെയ്ത്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്യണം. ക്ലെയിം ഫോം ബി ഹോസ്പിറ്റലിനെ കൊണ്ട് ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ആക്സിഡൻ്റ് ആണെങ്കിൽ FIR MLC ഒക്കെ വേണം. ഇതൊക്കെ കൂടി നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ പോർട്ടലിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് 7 to 30 ഡേയ്സിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരും. ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണ് ചെയ്യേണ്ടതെന്ന്. കാരണം നമുക്ക് മിക്കവാറും ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഓൺലൈനൊക്കെ പർച്ചേസ്